ഗുഡ് മോർണിംഗ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് ICFO എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ ICFO. ഇതൊരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ്. ഫിഷറീസ് സെക്ടറിലെ അല്ലേ, മത്സ്യബന്ധന മേഖലയിലെ ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ് ICFO എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസസിൻ്റെ സെക്ടറൽ ഓർഗനൈസേഷനും കൂടെയാണ് ICFO എന്ന് പറയുന്നത്. ദെൻ ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത് ICA ഫിഷറീസ് കമ്മിറ്റി എന്നുള്ള പേരിലാണ് കേട്ടോ. അപ്പം ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത് എന്താണ്? ICA ഫിഷറീസ് കമ്മിറ്റി. ICA ഫിഷറീസ് കമ്മിറ്റി എന്നുള്ള പേരിലാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ടറൽ ഓർഗനൈസേഷൻ രൂപീകരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫിഷറീസ് കോപ്പറേറ്റീവ്സ് അറൗണ്ട് ദ വേൾഡ് അല്ലേ. ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഫിഷറീസ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഇത് രൂപീകരിച്ച് തീർച്ചയായിട്ടും എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്? ലോകം മുഴുവനുള്ള ഫിഷറീസ് കോപ്പറേറ്റീവ്സിൻ്റെ ആ ഒരു കോപ്പറേറ്റീവ്സ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ എന്തും കൂടെ അവരുടെ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസും അതുപോലെ ഫിഷറീസ് മാറ്റേഴ്സിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ അവരെ രൂപീകരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ഡെവലപ്മെൻറ്റ് ഓഫ് ഫിഷറി കോപ്പറേറ്റീവ്സ് അറൗണ്ട് ദ വേൾഡ്, ദെൻ ടു പ്രൊമോട്ട് ട്രേഡ് അല്ലേ, അവരുടെ കച്ചവടം അത് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ടു ഷെയർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ആസ് വെൽ ആസ് ഇൻഫോർമേഷൻ ഓഫ് ഫിഷറി മാറ്റേഴ്സ്. അപ്പോൾ ഫിഷറി മാറ്റേഴ്സിലെ അതിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ഈ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ICFO മുൻപ് അറിയപ്പെട്ടിരുന്നത് ICA ഫിഷറീസ് കമ്മിറ്റി എന്നുള്ള പേരിലാണ്. ദെൻ നമുക്ക് ഇതിൻ്റെ എയിംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ICFOയുടെ ഒബ്ജക്റ്റീവ്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന്. അപ്പോൾ ആ പേര് പോലെ തന്നെ നമുക്കറിയാം, ക്രിയേഷൻ ഓഫ് ന്യൂ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ അല്ലേ, പുതിയ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ രൂപീകരിക്കുക, അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു എയിമാണ്. പിന്നെ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക, ഇൻക്ലൂഡിങ് ദ പ്രൊഡക്ഷൻ ഓഫ് എഡ്യൂക്കേഷണൽ മാറ്റേഴ്സ്. അപ്പോൾ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ഉൽപ്പാദിപ്പിക്കുക, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉൾപ്പെടെ. അതായത് ഇപ്പോൾ ഈ ഒരു ഫിഷറി സെക്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സഹകരണ വിദ്യാഭ്യാസവും പരിശീലനവും പ്രോത്സാഹിപ്പിക്കുക, അത് ഇതിൻ്റെ ഒരു ഇതാണ്. പിന്നെ മറ്റൊരു എയിം എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ടെക്നിക്കൽ ഇൻഫോർമേഷൻ മൂവ്മെൻറ്റ് ഓൺ എ ഗ്ലോബൽ ബേസിസ് ആണ്. അപ്പോൾ ഗ്ലോബൽ ബേസിസിൽ ടെക്നിക്കൽ ഇൻഫോർമേഷൻ മൂവ്മെൻറ്റ്സ് അത് കൈമാറുക.
ഇപ്പം ടെക്നിക്കൽ ഇൻഫോർമേഷൻ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ സാങ്കേതിക വിവര പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അത് കൈമാറ്റം ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു ലക്ഷ്യമാണ് അല്ലേ. ഇപ്പം നമുക്കറിയാം ഫിഷറീസ് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം അതിലൊരുപാട് ടെക്നിക്കൽ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ ഇൻഫോർമേഷൻസ് കൈമാറ്റം ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു എയിമാണ്. പിന്നെ ഒരെണ്ണം വരുന്നത് പ്രൊവിഷൻ ഓഫ് മെറ്റീരിയൽസ് അല്ലേ, ദാറ്റ് ഹെൽപ്പ് ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഫിഷറീസ്. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ മത്സ്യബന്ധന വികസനത്തിനെ സഹായിക്കുന്ന മെറ്റീരിയൽസിൻ്റെ വിതരണം, അതും ഇവരുടെ അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ്, അതും ഇവരുടെ ഒരു എയിമാണ് കേട്ടോ. പ്രൊവിഷൻ ഓഫ് മെറ്റീരിയൽസ് ദാറ്റ് ഹെൽപ്പ് ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഫിഷറീസ്. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ മത്സ്യബന്ധനത്തിൻ്റെ വികസനത്തിനെ സഹായകമായിട്ടുള്ള മെറ്റീരിയൽസുകളെല്ലാം തന്നെ വിതരണം ചെയ്യുക. അപ്പോൾ അതും ഇവരുടെ ലക്ഷ്യത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് ട്രേഡ് അല്ലേ, ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ എയിമാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ICFO ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ പുതിയ ഫിഷറീസ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ രൂപീകരിക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻസ് അത് പ്രൊമോട്ട് ചെയ്യുക, ടെക്നിക്കൽ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുക, പിന്നെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ ഫിഷറീസിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക, ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക. ദെൻ നമുക്ക് ICFOയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ICFO ഹാസ് ഇറ്റ്സ് റൂൾസ്, അതിൻ്റേതായിട്ടുള്ള ചില ചട്ടങ്ങളൊക്കെ ഉണ്ട്, റൂൾസ് അവർക്ക് തന്നെ ഉണ്ട്. അപ്പം അവരുടെ ആ ഒരു റൂൾ അനുസരിച്ചു കൊണ്ടാണ് മെമ്പേഴ്സ് ഈ ഒരു ഓർഗനൈസേഷനെ ഭരിക്കുന്നത്. അപ്പം അതിലെ മെമ്പേഴ്സ് തന്നെയാണ് അതിനെ ഗവേൺ ചെയ്യുന്നത്. അത് ICFOയുടെ റൂൾ അനുസരിച്ചു കൊണ്ടാണ് അത് ഗവേൺ ചെയ്യുന്നത്. പിന്നെ അവരെ ആനുവൽ എക്സിക്യൂട്ടീവ്സ് ആൻഡ് പ്ലീനറി മീറ്റിംഗ്സ് ഒക്കെ നടത്തുന്നുണ്ട്. പ്ലീനറി മീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ അസംബ്ലി മീറ്റിംഗ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ ജനറൽ മീറ്റിംഗ് തന്നെയാണ് പ്ലീനറി മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആനുവൽ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങും പ്ലീനറി മീറ്റിംഗ്സ്, ഇങ്ങനെ 2 മീറ്റിംഗ്സ് ആണ് അവർ നടത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മെമ്പേഴ്സ് തന്നെയാണ് ചെയർമാനെയും വൈസ് ചെയർമാനെയും മറ്റേ ബോർഡ് മെമ്പറുകളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അത് ഈ പ്ലീനറി മീറ്റിങ്ങിലാണ് മെമ്പേഴ്സ് ചെയർമാൻ, വൈസ് ചെയർമാൻ, മറ്റേ ബോർഡ് മെമ്പേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഈ ഒരു ഓർഗനൈസേഷൻ ഒറിജിനലി ഫൗണ്ടഡ് ഇൻ 1966, 1966 യഥാർത്ഥത്തിൽ ഏത് രൂപീകരിക്കുന്നത്, ഈ ഒരു ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത്. അത് ICA അഗ്രികൾച്ചറൽ കമ്മിറ്റിയുടെ സബ് കമ്മിറ്റി ആയിട്ടാണ് ആദ്യം ഏത് രൂപീകരിക്കുന്നത്, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ICAസിൻ്റെ അഗ്രികൾച്ചറൽ കമ്മിറ്റി അല്ലേ. ഈ ഒരു ICA അഗ്രികൾച്ചറൽ കമ്മിറ്റിയുടെ സബ് കമ്മിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ സബ് കമ്മിറ്റി ആയിട്ടാണ് ഏത് രൂപീകരിക്കുന്നത്, 1966 ആദ്യമായിട്ട് ഈ ഒരു ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അവരെ രൂപീകരിക്കുന്നത്. ഇത് ഒരു 10 ഇയേഴ്സോളം ഏതാണ് ഈ ഒരു ICA അഗ്രികൾച്ചറൽ കമ്മിറ്റിയുടെ സബ് കമ്മിറ്റി ആയിട്ട് തന്നെയാണ് അത് പ്രവർത്തിച്ചിരുന്നത്. ദെൻ അതിനുശേഷം 1976 അത് എന്തായി, ഇൻഡിപെൻഡൻ്റ് ബോഡി ആയിട്ട് മാറി. ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ICA ഫിഷറീസ് കമ്മിറ്റി. അപ്പോൾ 1976 ഇത് ഇൻഡിപെൻഡൻറ്റ് ബോഡി ആകുന്നത്. പിന്നീടാണത് ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നത്, ICA ഫിഷറീസ് കമ്മിറ്റി എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഈ ഒരു ഫിഷറീസ് കമ്മിറ്റി എന്നുള്ള പേരിൽ അത് അറിയപ്പെട്ടിരുന്നത്. ദെൻ അഗ്രികൾച്ചറൽ കമ്മിറ്റിയുടെ കീഴിൽ സബ് കമ്മിറ്റി ഓഫ് ഫിഷറീസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന സമയത്ത് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പിയർ ലാക്കർ ആണ്. പിയർ ലാക്കർ കോൺഫെഡറേഷൻ ഡീലെ കോപ്പറേഷൻ ഡീലെ
മ്യൂച്വലൈറ്റ് ഡ്യൂ ക്രെഡിറ്റ് മാരിടൈം, അതായത് WCMCM, അതിൻ്റെ ഫ്രാൻസിലുള്ള ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ് കേട്ടോ WCMCM എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു WCMCMൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന മിസ്റ്റർ പിയർ ലേക്കർ ആണ് ഈ ഒരു അഗ്രികൾച്ചറൽ കമ്മിറ്റിയുടെ സബ് കമ്മിറ്റി ഓഫ് ഫിഷറീസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന സമയത്ത് അതിൻ്റെ ചെയർമാനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 1976 ഇതൊരു ഇൻഡിപെൻഡൻ്റ് ഓർഗനൈസേഷനായിട്ട് മാറി എന്ന് പറഞ്ഞു. ദെൻ ജെറോസിമോൻ സെയ്റ്റോ ആയിരുന്നു അന്ന് അതിൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് കോപ്പറേറ്റീവ് അസോസിയേഷൻ ജപ്പാനിലെ ആ ഒരു അസോസിയേഷൻ്റെ മെമ്പറായിരുന്നു, ബോർഡ് മെമ്പറായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് പിന്നെ ഇൻഡിപെൻഡൻ്റ് ഫിഷറീസ് കമ്മിറ്റിയുടെ ഫസ്റ്റ് ചെയർമാനായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ഫിഷറീസ് കമ്മിറ്റിയുടെ ഇൻഡിപെൻഡൻ്റ് ICA ഫിഷറീസ് കമ്മിറ്റി, ഇൻഡിപെൻഡൻ്റ് ICA ഫിഷറീസ് കമ്മിറ്റിയുടെ ഫസ്റ്റ് ചെയർമാൻ ആയിരുന്നത് മിസ്റ്റർ ജെറോസിമോൺ സെയ്റ്റോ, അദ്ദേഹം ആയിരുന്നു. ദെൻ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ ആദ്യം അറിയപ്പെട്ടിരുന്നത് ഫിഷറീസ് കമ്മിറ്റി ഓഫ് ICA ആയിരുന്നു ആ ഒരു കാലഘട്ടങ്ങളിൽ. അതിനുശേഷം 2009 നവംബർ 16 സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചിട്ട് ICFOയുടെ ജനറൽ മീറ്റിംഗ് അവരെ കൂടി. അപ്പോൾ ICFO അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ വരുന്നത് 2019 അപ്പോൾ 2009 നവംബർ 16 ജനീവയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് അവരെ നടത്തുന്നത്. ദെൻ ആ മീറ്റിങ്ങിൽ ICFOയുടെ തേർഡ് ചെയർമാനായിട്ട് ഇഗുഹിറോ ഹട്രോയിനെ അവരെ തിരഞ്ഞെടുത്തു. അദ്ദേഹവും നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് കോപ്പറേറ്റീവ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു. ദെൻ അതിനുശേഷം ഫോർത്ത് ചെയർമാനായിട്ട് ലീ ജോങ് കൂനെ തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹവും ഈ ഒരു നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് കോപ്പറേറ്റീവ് KNFC എന്ന് പറയും, നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് കോപ്പറേറ്റീവ്, അത് കെനിയയിലുള്ളതാണ്, അതാണ് KNFE എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു മിസ്റ്റർ ലീ ജോങ് കു. അദ്ദേഹത്തെയാണ് ഫോർത്ത് ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ 2013 നവംബർ 2 സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ നടത്തിയ ആനുവൽ ജനറൽ മീറ്റിംഗ്, ICFOയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ലീ ജോൺ കൂനെ വീണ്ടും ഫിഫ്ത്ത് ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ദെൻ അതിനുശേഷം 24 മാർച്ച് 2015 മിസ്റ്റർ ലീ ജോങ് കൂങ് കൊറിയൻ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് കോപ്പറേറ്റീവ്സിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിൻ്റെ ഇതിൽ അവസാനിച്ചു. ദെൻ ഈ ഒരു മിസ്റ്റർ ലീ ജോങ് കൂന് ശേഷം വരുന്നത് ഫിഷറീസിൻ്റെ സക്സീഡ് ചെയർമാനായിട്ട്, അതായത് 6th ചെയർമാനായിട്ട് വരുന്നത് കിങ് ലിവിയോൺ ആണ്. കിങ് ലിവിയോൻ ആണ് വരുന്നത്. അദ്ദേഹമാണ് പിന്നീട് അതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു വെക്കുക. നമ്മളോട് സ്ട്രക്ചർ ചോദിച്ചാൽ ഇത് മുഴുവൻ നിങ്ങൾ കൊടുക്കണം എന്നൊന്നുമില്ല. ഇതിലെ പ്രസൻറ്റ് ചെയർമാൻ, നമ്മുടെ ടെക്സ്റ്റ് പ്രകാരം പ്രസൻറ്റ് ചെയർമാൻ എന്ന് പറയുന്നത് മിസ്റ്റർ കിങ് വിയോൺ ആണ്. അദ്ദേഹത്തെ 25 മാർച്ച് 2015 ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ലീ ജോങ് കൂങ് 2 പ്രാവശ്യം ചെയർമാനായിരുന്നു, അതിനുശേഷം വന്നതാണ് അദ്ദേഹം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് പ്രകാരം ഇതാണ്. ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ടാകാം. 5 years ഒന്നും അവർക്ക് 4 years ടേംസ് ഒക്കെ അല്ലേ വരുള്ളൂ. ഇപ്പോൾ 20th ആയില്ലേ, 2020. അപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ടാകും. പക്ഷേ ടെക്സ്റ്റ് പ്രകാരം നമുക്ക് പ്രസൻറ്റ് ചെയർമാൻ എന്ന് പറയുന്നത് കിങ് വിയോൺ ആണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം ഇതിലെ ഒട്ടുമിക്ക ആളുകളും ഏതാണ്, നാഷണൽ ഫെഡറേഷൻ ഫിഷറീസ് കോപ്പറേറ്റീവ് അസോസിയേഷൻ്റെ ബോർഡ് മെമ്പേഴ്സും അതിൻ്റെ പ്രസിഡൻറ്റുമാരൊക്കെ തന്നെയാണ്.
ഏതിൽ വരുന്നത്? ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. അപ്പം അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് ICFOയുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് അവർ എൻഗേജ്ഡ് ആയിട്ടുള്ളത്? ഇപ്പോൾ ഇവരുടെ ആർട്ടിക്കിളിൽ സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ, ആ ഒരു കാഴ്ചപ്പാടോടു കൂടെ എന്തൊക്കെ പ്രവർത്തനങ്ങളിലാണ് ICFO ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഓർഗനൈസ് സെമിനാർ ആൻഡ് കോൺഫറൻസസ് ഓൺ സ്പെസിഫിക് സബ്ജക്റ്റ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് അല്ലേ. അപ്പം അതിൻ്റെ മെമ്പേഴ്സിൻ്റെ, അതായത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ ICFO, അവതിലെ അംഗങ്ങളുടെ മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സ്പെസിഫിക് സബ്ജക്റ്റുകളിലൊക്കെ സെമിനാറുകളും കോൺഫറൻസുകളൊക്കെ ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ മെമ്പർ ഓർഗനൈസേഷനുകളുടെ മ്യൂച്വൽ ഇൻട്രസ്റ്റ്, അവരുടെ പരസ്പര താല്പര്യം വികസിപ്പിക്കുന്നതിനായിട്ട് പ്രത്യേക സബ്ജക്റ്റുകളിൽ സെമിനാറുകളും കോൺഫറൻസുകളൊക്കെ ഓർഗനൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിലെ ഫിഷറീസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് അല്ലേ, മത്സ്യബന്ധന സഹകരണ പ്രസ്ഥാനങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, അത് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഫിഷറീസ് കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് സ്റ്റഡി ചെയ്യുക. അപ്പോൾ ഓരോ മെമ്പർ കൺട്രിയിലും അല്ലേ, ഓരോ അംഗരാജ്യങ്ങളിലും ഫിഷറീസ് കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കുകയും ദെൻ അതിൻ്റെ സ്റ്റഡി റിസൾട്ടിൻ്റെ പബ്ലിസിറ്റി ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോൾ വെറുതെ പഠിക്കുക മാത്രമല്ല, പഠിച്ചതിന് ശേഷം അതിൻ്റെ റിസൾട്ട് ആ അംഗരാജ്യങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ആ റിസൾട്ടിൻ്റെ, സ്റ്റഡി റിസൾട്ടിൻ്റെ പബ്ലിസിറ്റി ഉറപ്പുവരുത്തുക, അത് ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊമോട്ട് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഫർദർ എക്കണോമിക് റിലേഷൻസ് എമംഗ് ഫിഷറീസ് കോപ്പറേറ്റീവ്സ് അറൗണ്ട് ദ വേൾഡ് അല്ലേ, for the purpose of encouraging cooperation among cooperative organizations അല്ലേ. കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുകൾക്കിടയിൽ കോപ്പറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അപ്പം സഹകരണ സംഘങ്ങൾക്കിടയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും പിന്നെ ലോകമെമ്പാടുമുള്ള ഫിഷറീസ് കോപ്പറേറ്റീവ്സിൻ്റെ അല്ലേ, ലോകമെമ്പാടുമുള്ള ഫിഷറീസ് കോപ്പറേറ്റീവ്സ് ഓർഗനൈസേഷനുകൾക്കിടയിൽ കൂടുതൽ എക്കണോമിക് റിലേഷൻസ് സ്ഥാപിക്കുന്നതും അതിനെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസും ഇൻഫോർമേഷൻ എക്സ്ചേഞ്ചസും പ്രൊമോട്ട് ചെയ്യുക, അതും ഇവരുടെ പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ് അല്ലേ. പ്രൊമോട്ട് എക്സ്ചേഞ്ചസ് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പോൾ ഇൻഫോർമേഷൻ കൈമാറ്റം ചെയ്യുക, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ്, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് കേട്ടോ, അത് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്നല്ല, അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. പ്രൊമോട്ട് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, വിവര കൈമാറ്റം അല്ലേ, ഇൻഫോർമേഷൻസ് കൈമാറ്റം ചെയ്യുക, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് കൈമാറ്റം ചെയ്യുക, അത് പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുകൾക്കിടയിൽ കോപ്പറേഷൻ എൻകറേജ് ചെയ്യുക എന്നുള്ള ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോകം മുഴുവനുമുള്ള ഫിഷറീസ് കോപ്പറേറ്റീവ്സിനിടയിലെ കൂടുതൽ സാമ്പത്തിക ബന്ധം പ്രോത്സാഹിപ്പിക്കുക, അത് സ്ഥാപിക്കുക. അപ്പോൾ അത് ചെയ്യുക, അതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ഫിഷറീസിനെ സംബന്ധിച്ചും ഫിഷറീസ് കോപ്പറേറ്റീവ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക, അത് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ carry out other activities which might accompany those of the preceding items. ഇപ്പോൾ മറ്റ് ആക്ടിവിറ്റീസൊക്കെ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ ഏതിൻ്റെ ഇതാണ്? ഇപ്പം നമ്മൾ ഇപ്പം ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. ടു ആക്ടിവിറ്റീസ് that may accompany the above mentioned item. അപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ചേർത്തുകൊണ്ട് മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഏതിലെ വരുന്നതാണ്? ഈ ഒരു ICFOയുടെ ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമുക്കിതിൻ്റെ മെമ്പർഷിപ്പ് നോക്കാം. മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ICFOയിലെ ഫുൾ മെമ്പേഴ്സും വരുന്നുണ്ട്, അസോസിയേറ്റ് മെമ്പേഴ്സും വരുന്നുണ്ട്. അപ്പോൾ മെമ്പർഷിപ്പ് അവരെ ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട്? ഫുൾ മെമ്പേഴ്സ് ഉണ്ട്, ദെൻ അസോസിയേറ്റ് മെമ്പേഴ്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ICFOയുടെ ഫുൾ മെമ്പേഴ്സിൽ ആരൊക്കെയാണ് വരുന്നത് എന്ന്. ICFOയുടെ ഫുൾ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഫുൾ മെമ്പേഴ്സ് ഓഫ് ICA who have chosen to participate in ICFO. അപ്പോൾ full members of ICFO are, first one, the full members of ICA who have chosen to participate in ICFO. International Cooperative Fisheries Organizationil പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിലെ പങ്കെടുക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ICAയിലെ മുഴുവൻ അംഗങ്ങളും. ഇപ്പോൾ ICA മെമ്പർഷിപ്പ് നമ്മൾ പഠിച്ചത്, അവിടെ ഫുൾ മെമ്പേഴ്സ് വരുന്നുണ്ട്, അസോസിയേറ്റ് മെമ്പേഴ്സ് വരുന്നുണ്ട് അല്ലേ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ICAയുടെ ഫുൾ മെമ്പേഴ്സിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള അംഗങ്ങൾ, അതായത് ഈ ഒരു ICFOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ICAയുടെ ഫുൾ മെമ്പേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സ് അപ്പം അവരെ ICFOയുടെ ഫുൾ മെമ്പേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ മെമ്പേഴ്സ്, സെലക്റ്റഡ് മെമ്പേഴ്സ് ഫ്രം ഫുൾ മെമ്പേഴ്സ് ഓഫ് ICA കൺഫേംഡ് ബൈ ദ ഫുൾ മെമ്പേഴ്സ് ആസ് എലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ICFO അല്ലേ. ICFOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെ എലിജിബിൾ ആണ് എന്ന് പിന്നീട് സ്ഥിരീകരിച്ചിട്ടുള്ള ICA ഫുൾ മെമ്പേഴ്സിൽ നിന്നുള്ള സെലക്റ്റഡ് മെമ്പേഴ്സ് അവർ. അപ്പോൾ ഒന്നാമത് ഈ ഒരു ICFOയിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ICAയുടെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ ഫുൾ മെമ്പേഴ്സിൽ നിന്ന് വരുന്ന മെമ്പേഴ്സ്, അവരിൽ നിന്നുള്ള അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സ് ഇതിൻ്റെ ഫുൾ മെമ്പേഴ്സാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പിന്നീട്, അതായത് ICFOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് എലിജിബിൾ ആണെന്ന് ഫുൾ മെമ്പേഴ്സ് പിന്നീട് അവരത് കൺഫേം ചെയ്യുകയാണെങ്കിൽ അവരെ ഇനിയും ഏതിലേക്ക് തിരഞ്ഞെടുക്കും? ഈ ഒരു ഫുൾ മെമ്പേഴ്സിലേക്ക് എടുക്കുന്നതാണ്. അപ്പം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ICAയുടെ ഫുൾ മെമ്പേഴ്സും ഇതിലേക്ക് മെമ്പറായിട്ട് വരുന്നതാണ്. പിന്നെ ആർട്ടിക്കിൾ 7BIയിലെ ICA കാറ്റഗറിയിലെ അസോസിയേറ്റ് മെമ്പേഴ്സിൽ നിന്നുള്ള അംഗങ്ങളും ഏതിലേക്ക് വരുന്നുണ്ട്? ICFOയുടെ ഫുൾ മെമ്പേഴ്സായിട്ട് വരുന്നുണ്ട്. അതായത് മെമ്പേഴ്സ് ഫ്രം അസോസിയേറ്റ് മെമ്പേഴ്സ് ഓഫ് ICA കാറ്റഗറി എസ് പെർ ആർട്ടിക്കിൾ 7B1 ആൻഡ് ഹു ഹാവ് ബീൻ മാൻഡേറ്റഡ് ടു റെപ്രസെൻറ്റ് ദ കാറ്റഗറി ഓഫ് ICA ഇൻ ICFO. അപ്പോൾ ICA കാറ്റഗറിയിലെ അസോസിയേറ്റ് മെമ്പേഴ്സിൽ നിന്നുള്ള അംഗങ്ങളും വരുന്നുണ്ട്. അവരെങ്ങനെയാണ്? ഇപ്പം ഈ ഒരു ICA കാറ്റഗറിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതിനെ നിർബന്ധിതരായിട്ടുള്ള അസോസിയേറ്റ് മെമ്പേഴ്സ്, അവരും ഏതായിട്ട് വരും? ഫുൾ മെമ്പേഴ്സായിട്ട് വരും. അപ്പം ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ഇതാണ് ഏതിലെ വരുന്നത്? ഈ ഒരു ICA ഫുൾ മെമ്പേഴ്സിലേക്ക് എടുക്കുന്നത്.
ഒന്ന്, ഫുൾ മെമ്പേഴ്സ് ചോസൺ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ICFO. ICFOയിലെ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലെ പങ്കെടുക്കാനായിട്ട് ICAയുടെ ഫുൾ മെമ്പേഴ്സിൽ നിന്ന് ഉള്ള മുഴുവൻ സമയ അംഗങ്ങൾ. പിന്നെ ICFOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് എലിജിബിൾ ആണെന്ന് പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ള, പിന്നീട് സ്ഥിരീകരിച്ചിട്ടുള്ള ICAയുടെ ഫുൾ മെമ്പേഴ്സ്, അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ. പിന്നെ അസോസിയേറ്റ് മെമ്പേഴ്സ് ഓഫ് ICA, അതായത് ICA സ്റ്റാറ്റ്യൂട്ടിലെ ആർട്ടിക്കിൾ 7BI നിർവചിച്ചിരിക്കുന്ന അസോസിയേറ്റ് മെമ്പേഴ്സ് ഓഫ് ICA, അവരും ഇതിലെ ഫുൾ മെമ്പേഴ്സ് ആയിരിക്കും. ദെൻ അവരെ എന്താണ് ഈയൊരു ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു അസോസിയേറ്റ് മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരെ എന്താണ് they have been mandated to represent the category of ICA in ICFO. അപ്പോൾ ICFOയിൽ ICA വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതിനെ നിർബന്ധമായിട്ടും പ്രതിനിധീകരിക്കേണ്ട അംഗങ്ങളായിരിക്കും ഈ ഒരു അസോസിയേറ്റ് മെമ്പേഴ്സ് ഓഫ് ICA ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ അവരെന്താണ് ഫുൾ മെമ്പർഷിപ്പ് ആയിരിക്കും. പിന്നെ അസോസിയേറ്റ് മെമ്പേഴ്സ് വരുന്നുണ്ട് ICFOയിലെ. അസോസിയേറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ICAയുടെ അസോസിയേറ്റ് മെമ്പർ എന്നുള്ള കാറ്റഗറിയിൽ പെടുന്ന അംഗങ്ങളാണ് ഏതായിട്ട് വരുന്നത്, അസോസിയേറ്റ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അവരെ ICFOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ICA അസോസിയേറ്റ് മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്, ICFOയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതിലെ മെമ്പേഴ്സ് തന്നെയാണ്, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിലെ മെമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിലെ ഫുൾ മെമ്പേഴ്സ് ആണ് ICFOയുടെ ഫുൾ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിലെ അസോസിയേറ്റ് മെമ്പേഴ്സ് തന്നെയാണ് ICFOയുടെ അസോസിയേറ്റ് മെമ്പേഴ്സ് ആയിട്ടും വരുന്നത്. ദെൻ ഓരോ ഫുൾ മെമ്പേഴ്സിനും ഒരു വോട്ട് വീതമാണ് ഉള്ളത്. അപ്പോൾ ഓരോ ഫുൾ മെമ്പേഴ്സിനും ഒരു വോട്ട് വീതമാണ് വരുന്നത്. ദെൻ നമുക്ക് എങ്ങനെയാണ് മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുന്നത് നോക്കാം. മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അഡ്മിഷൻ വരുന്നത് എലിജിബിൾ ഓർഗനൈസേഷനെ കേട്ടോ, യോഗ്യരായിട്ടുള്ള ഇൻട്രസ്റ്റഡ് ഓർഗനൈസേഷനുകൾക്ക് അവരുടെ ആ ഒരു ഇൻറ്റൻഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും ICA സെൻട്രൽ ഓഫീസിനെയും അറിയിക്കാവുന്നതാണ്. അത് റിട്ടേൺ ഫോമിൽ വേണം അറിയിക്കാനായിട്ട്. ദെൻ അങ്ങനെ അറിയിക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റിംഗ് ദ കാറ്റഗറി ഓഫ് മെമ്പർഷിപ്പ്, ഏത് കാറ്റഗറിയിലേക്കാണ് അവരെ അപ്ലൈ ചെയ്യുന്നത് അതും കൂടെ അതിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ എലിജിബിൾ ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റഡ് ഇൻ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ICFO ഷാൽ കമ്മ്യൂണിക്കേറ്റ് ദിസ് ഇൻറ്റൻഷൻ ബൈ റൈറ്റിംഗ് ടു ദ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് ദ സെൻട്രൽ ഓഫീസ് ICA. ദെൻ ഇവരെ അഡ്മിറ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ദെൻ അവരുടെ ഡിസിഷൻ വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ICA മെമ്പർ ആൻഡ് ദ ICA സെൻട്രൽ ഓഫീസ് ബൈ റൈറ്റിംഗ്. അപ്പോൾ അവരുടെ ആ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട തീരുമാനം ICA മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ ICA സെൻട്രൽ ഓഫീസിനെയും അവരെ രേഖാമൂലം അറിയിക്കുകയും ചെയ്യും. അപ്പോൾ രേഖാമൂലം വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ദെൻ പുതിയ മെമ്പേഴ്സിനെ ICFOയിലെ മെമ്പറായിട്ട് അവർക്ക് അംഗത്വം ലഭിക്കുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുള്ള ആ ഒരു ഡേറ്റ് മുതൽ അവരെന്തായിരിക്കും ഈ ഒരു ICFOയുടെ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് അവരുടെ അഡ്മിഷൻ വരുന്നത്. ദെൻ നമുക്ക് സസ്പെൻഷൻ ഓഫ് വോട്ടിംഗ് റൈറ്റ്സ് നോക്കാം. അപ്പം ഏതൊക്കെ കേസുകളിലാണ് ICFOയുടെ അംഗത്വം അവസാനിക്കുന്നത്, അത് തന്നെയാണ് നമ്മൾ ഇതിലെ പറയുന്നത്, സസ്പെൻഷൻ ഓഫ് വോട്ടിംഗ് റൈറ്റ്സിലെ പറയുന്നത്. അപ്പോൾ മെമ്പർഷിപ്പ് ഓഫ് ICFO സീസസ് ഇൻ ദ ഫോളോയിങ് കേസസ്. അപ്പോൾ ഏതൊക്കെയാ കേസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ദ മെമ്പർ സീസസ് ടു ബി എ മെമ്പർ ഓഫ് ICA അല്ലേ, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിലെ
മെമ്പേഴ്സ് എന്നുള്ള ആ ഒരു സ്ഥാനം ഈ അംഗം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഒരു ആർട്ടിക്കിൾ 4 സെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള എലിജിബിലിറ്റി കണ്ടീഷൻസിൽ ഏതെങ്കിലും മെമ്പർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അവരുടെ അംഗത്വം അവസാനിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസസിലെ ഫുൾ മെമ്പേഴ്സിനും അസോസിയേറ്റ് മെമ്പേഴ്സിനുമാണ്. അപ്പോൾ അവർക്കാണ് ഏതിൽ അംഗത്വം ലഭിക്കുന്നുള്ളൂ? ICFOയിലെ അംഗത്വം ലഭിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസസിലെ അംഗത്വം ഈ ഒരു മെമ്പർ ICFOയിലെ മെമ്പർ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ICFOയിലെ മെമ്പർഷിപ്പും അയാളുടെ അവസാനിക്കുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ എലിജിബിലിറ്റി കണ്ടീഷൻസ് ഏതെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അയാളുടെ അംഗത്വം അവസാനിക്കുന്നതാണ്. Then member decides to withdraw its membership under the terms and conditions of paragraph 2 below. അതായത് ഈ ഒരു ആർട്ടിക്കിൾ 4 താഴെയുള്ള പാരഗ്രാഫ് 2 കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം ഏതെങ്കിലും മെമ്പേഴ്സ് അവരുടെ അംഗത്വം വിഡ്രോ ചെയ്യാനായിട്ട്, അവരുടെ ആ മെമ്പർഷിപ്പ് പിൻവലിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാലും അവരുടെ മെമ്പർഷിപ്പ് അവസാനിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെമ്പർ ഈസ് എക്സ്പെൽഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് പാരഗ്രാഫ് 2. പാരഗ്രാഫ് 2 വ്യവസ്ഥകൾക്കനുസൃതമായിട്ട് ഏതെങ്കിലും മെമ്പേഴ്സിനെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാലും അവരുടെ അംഗത്വം അവസാനിക്കുന്നതാണ്. ഇപ്പോൾ ICAയുടെ ഏതെങ്കിലും ബൈലോസ് ഓർ സ്റ്റാറ്റ്യൂട്ട്, അവരുടെ നിയമാവലിയോ ചട്ടങ്ങളൊക്കെ അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതനുസരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ മെമ്പേഴ്സിൻ്റെ അവരുടെ മെമ്പർഷിപ്പ് അവരെ റദ്ദാക്കുന്നതാണ്. അപ്പം അങ്ങനെ മെമ്പറുടെ അംഗത്വം റദ്ദാക്കാം. അപ്പം അവരെ അങ്ങനെ പിരിച്ചു വിടുകയാണെങ്കിൽ, അവരെ അവിടെ നിന്ന് ഒഴിവാക്കുമ്പോഴും അവരുടെ മെമ്പർഷിപ്പ് അവസാനിക്കുന്നതാണ്. അപ്പം മെമ്പർഷിപ്പ് ഈ രീതിയിലൊക്കെയാണ് അവസാനിക്കുന്നത്. പിന്നെ വരുന്നത് നമ്മൾ പറഞ്ഞു, മെമ്പർഷിപ്പ് എക്സ്പെൽ ചെയ്യാം എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അത് എക്സ്പെൽ ചെയ്യുന്നത് എങ്ങനെയാണ്? നോൺ കംപ്ലയൻസസ് ഓഫ് ദ പ്രസന്റ് റൂൾ ഓർ ICA സ്റ്റാറ്റ്യൂട്ട് ഓർ ബൈലോസ് ആണ്. അപ്പം ഇവരുടെ നിലവിലുള്ള ചട്ടങ്ങളോ അല്ലെങ്കിൽ ICAയുടെ സ്റ്റാറ്റ്യൂട്ട് ആൻഡ് ബൈലോസ്, ICAയുടെ ചട്ടങ്ങളും നിയമാവലികളൊക്കെ അനുസരിക്കാതിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് മെമ്പേഴ്സിനെ എക്സ്പെൽ ചെയ്യാനായിട്ട് ബോർഡ് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ബോർഡിൻ്റെ റിക്വസ്റ്റ് പ്രകാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവരുടെ മെമ്പർഷിപ്പിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റ്സിൻ്റെ കൺഫോമിറ്റി ഇവാലുവേറ്റ് ചെയ്യുകയും അതിൻ്റെ ഇപ്പോൾ അംഗത്വത്തിൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ട് ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അംഗത്വം റദ്ദാക്കണോ വേണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സസ്പെൻഷൻ ഓഫ് വോട്ടിംഗ് റൈറ്റ്സിലെ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഓഡിറ്റേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നോക്കാം. ICFOയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഓഡിറ്റേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ICFOയിലെ 6 അതിൽ കുറവോ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. 6 or less എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണ്. അപ്പോൾ മാക്സിമം 6 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണ് വരുന്നത്. അതിൽ കുറയാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിലെ 6 or less എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഒരു ഓഡിറ്ററുമാണ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ 6 അതിൽ കുറഞ്ഞോ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഒരു ഓഡിറ്ററുമാണ് വരുന്നത്. ഈ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും ഓഡിറ്റേഴ്സിനെയും തിരഞ്ഞെടുക്കുന്നത് ഫുൾ മെമ്പേഴ്സാണ്. അവരെ ജനറൽ മീറ്റിംഗ് അല്ലെങ്കിൽ പ്ലീനറി മീറ്റിങ്ങിൽ വെച്ച് ഈ ഒരു ICFOയുടെ ഫുൾ മെമ്പേഴ്സ് ചേർന്നാണ്, അല്ലെങ്കിൽ ആ ഫുൾ മെമ്പേഴ്സിൽ നിന്നാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? ഈ ഒരു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഓർ ഓഡിറ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഫുൾ മെമ്പേഴ്സിൽ നിന്നാണ് ആര് വരുന്നത്? എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഓഡിറ്റേഴ്സും വരുന്നത്. ജനറൽ മീറ്റിങ്ങിലാണ് അവരിൽ നിന്ന് അവരെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെയും ഓഡിറ്റേഴ്സിൻ്റെയും
ഹോൾഡ് ഓഫ് ഓഫീസ് അല്ലെങ്കിൽ അവരുടെ പീരീഡ്, ടേം ഓഫ് പീരീഡ് എന്ന് ടേം ഓർ പീരീഡ് എന്ന് പറയുന്നത് 4 years ആണ്. അപ്പോൾ 4 വർഷത്തേക്കാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ഈ ഒരു പീരീഡിനകത്ത് വേക്കൻസീസ് വരികയാണെങ്കിൽ വേക്കൻ്റ് പോസ്റ്റ് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു വെക്കേറ്റിംഗ് എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലെങ്കിൽ ഓഡിറ്റർ ഉൾപ്പെടുന്നത് ഏത് ഓർഗനൈസേഷനിലാണോ ആ ഓർഗനൈസേഷനെ ഒരു വ്യക്തിയെ ആ വേക്കൻറ്റ് പോസ്റ്റിലേക്ക് അപ്പോയിൻ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേക്കൻസി വന്നു കഴിഞ്ഞാൽ the vacant post shall be assumed by a person appointed by the organization to which the vacating executive member or auditor belongs. അപ്പോൾ vacating executive member or auditor ഏത് ഓർഗനൈസേഷനിലാണോ ഉൾപ്പെടുന്നത് ആ ഓർഗനൈസേഷനാണ് ഒരു വ്യക്തിയെ ആ പോസ്റ്റിലേക്ക് അപ്പോയിൻ്റ് ചെയ്യുന്നത്. Then such a appointment shall be approved by next general meeting of ICFO. ICFOയുടെ അടുത്ത ജനറൽ മീറ്റിങ്ങിൽ എന്ത് ചെയ്യും? ആ അപ്പോയിൻറ്റഡ് വ്യക്തിനെ അത് ഒഫീഷ്യലി അവരെ അംഗീകരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്യും. Then എക്സിക്യൂട്ടീവ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൽ നിന്ന് ഒരു ചെയർമാനെയും വൈസ് ചെയർമാനെയും തിരഞ്ഞെടുക്കും. ഇപ്പം നമ്മൾ പറഞ്ഞുല്ലോ എക്സിക്യൂട്ടീവ് ഇതിൽ ICFOയിലെ 6 or less മെമ്പേഴ്സ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൽ നിന്ന് അവരെന്ത് ചെയ്യും? ഒരു ചെയർമാനെയും 3 വൈസ് ചെയർമാനെയും അവർ തിരഞ്ഞെടുക്കും. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഷാൽ ഇലക്ട് ഫ്രം എമംഗ് ദ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്. ഒരു ചെയർമാനും 3 വൈസ് ചെയർമാനുമാണ് ഉണ്ടായിരിക്കുക. ചെയർമാനാണ് ICFOയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ICAയിലൊക്കെ ഈ ഒരു ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷനെ റെപ്രസെൻ്റ് ചെയ്യണ്ടേ? അപ്പോൾ അത് ചെയർമാനായിരിക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നതും ചെയർമാൻ തന്നെയാണ്. പിന്നെ ചെയർമാനെ അസിസ്റ്റ് ചെയ്യുന്നതാണ് വൈസ് ചെയർമാൻ. ചെയർമാൻ്റെ ആബ്സെൻസിൽ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നതും വൈസ് ചെയർമാൻ ആയിരിക്കും. ദെൻ ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഓഡിറ്റർ എന്താ ചെയ്യുന്നുണ്ടായിരിക്കുക? ICFOയുടെ ബിസിനസ് ഓഡിറ്റ് ചെയ്യുന്നു. അവരുടെ അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യുന്നത് ഓഡിറ്ററാണ്. ദെൻ അതിൻ്റെ മീറ്റിംഗ് ജനറൽ മീറ്റിങ്ങിൽ വെക്കുന്നതും ഓഡിറ്റർ ആണ്. അപ്പോൾ ഓഡിറ്ററുടെ ഡ്യൂട്ടി അതാണ്. ബിസിനസ്സസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് ICFO ഓഡിറ്റ് ചെയ്യുക. ദെൻ മേക്ക് എ റിപ്പോർട്ട് ദർ അപ്പോൺ അറ്റ് ദ ജനറൽ മീറ്റിംഗ് ഓഫ് ICFO. അപ്പോൾ അത് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്ത് ബിസിനസ് ഓഡിറ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി ജനറൽ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഓഡിറ്ററാണ്. ഇനി അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിലെ അദ്ദേഹത്തിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതിനുള്ള റൈറ്റ്സ് അദ്ദേഹത്തിന് ഉണ്ട്. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ ആർക്ക് പങ്കെടുക്കാം? ഓഡിറ്റർക്ക് പങ്കെടുക്കാം. അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ അയാൾക്ക് അവിടെ പറയുകയും ചെയ്യാം. ദെൻ ഇനി ഏതെങ്കിലും സന്ദർഭവശാൽ ഏതെങ്കിലും ഒരു അൺഅവോയ്ഡബിൾ റീസൺ പ്രകാരം ഒഴിച്ചുകൂടാനാവാത്ത ഏതെങ്കിലും കാരണപ്രകാരം ഓഡിറ്റർക്ക് ഓഡിറ്റിംഗ് നടത്താനായിട്ട് സാധ്യമായില്ലെങ്കിൽ, ഇപ്പോൾ ഓഡിറ്റിംഗ് ഒന്നും കമ്പനിയുടെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ അല്ലാത്ത മറ്റേതെങ്കിലും വ്യക്തികളെയോ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സിനെയോ ആ ജോലി ചെയ്യാനായിട്ട് ഡെപ്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓഡിറ്ററുടെ കേസിൽ നമുക്ക് അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ICFOയുടെ ബിസിനസ് ഓഡിറ്റ് ചെയ്യുന്നു, അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നു, അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നു, ജനറൽ മീറ്റിങ്ങിൽ സബ്മിറ്റ് ചെയ്യുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ അദ്ദേഹത്തിനെ പങ്കെടുക്കാം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. ഇനി അദ്ദേഹത്തിന് ഏതെങ്കിലും അൺഅവോയ്ഡബിൾ റീസൺസ് കാരണം ഓഡിറ്റിംഗ് നടത്താൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും വ്യക്തിയെയോ റെപ്രസെൻറ്റേറ്റീവ്സിനെയോ അതിനെ നിയോഗിക്കാവുന്നതാണ്. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ആവാനായിട്ട്
പാടില്ല. അപ്പം അത്രയാണ് അതിൽ പറയുന്നത്. പിന്നെ ചെയർമാനാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത്. അപ്പം മീറ്റിംഗ് യോഗം വിളിച്ചു ചേർക്കുന്നത് ചെയർമാനാണ്. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിനെ മീറ്റിംഗ് വിളിച്ചു ചേർക്കാം. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ഒന്ന് ജനറൽ മീറ്റിങ്ങിൽ ഏറ്റെടുക്കേണ്ട അജണ്ട, അത് തന്നെയാണ് എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൻ്റെ അജണ്ടയായിട്ട് വരുന്നത്. അപ്പോൾ അജണ്ട ടു ബി ടേക്കൺ അപ്പ് അറ്റ് ദ ജനറൽ മീറ്റിംഗ്. പിന്നെ വരുന്നത് പുതിയ മെമ്പേഴ്സിൻ്റെ അക്സെപ്റ്റൻസ് ആൻഡ് വിഡ്രോവൽ ഓഫ് മെമ്പേഴ്സാണ്. അപ്പോൾ ന്യൂ മെമ്പേഴ്സിനെ സ്വീകരിക്കുന്നതും മെമ്പേഴ്സിൻ്റെ വിഡ്രോവൽസ് ഉണ്ടെങ്കിൽ അത് അജണ്ടയിൽ വരാം. പിന്നെ മീറ്റിങ്ങുകളിലെ ഇംഗ്ലീഷ് അല്ലാതെ മറ്റേതെങ്കിലും ലാംഗ്വേജസ് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ട് തീരുമാനിക്കണോ, അപ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജസ് അതർ ദാൻ ഇംഗ്ലീഷ് ടു ബി യൂസ്ഡ് അറ്റ് മീറ്റിംഗ് അല്ലേ. ഇപ്പോൾ സാധാരണ കേസിൽ ഇംഗ്ലീഷാണ് മീറ്റിങ്ങിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് അല്ലാതെ മറ്റേതെങ്കിലും ലാംഗ്വേജ് വരണോ എന്നുള്ളത് അത് തീരുമാനിക്കുന്നത്, അത് അജണ്ടയാണ്. പിന്നെ അജണ്ട, അതായത് ICFOയുടെ മാനേജ്മെൻറ്റിന് ആവശ്യമാണെന്ന് തോന്നുന്ന മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ, അപ്പോൾ ചെയർമാനെ റെക്കഗ്നൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിലെ അജണ്ടയായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അജണ്ടയിൽ പറയുന്നത്. പിന്നെ ഇതിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ICFOയുടെ പെർമനൻ്റ് ഓണററി ചെയർമാനായിട്ട് ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പെർമനൻ്റ് ഓണററി ചെയർമാനായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഒരാളെ അവർക്ക് നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ആരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു നോമിനേറ്റിംഗ്, അതായത് പെർമനൻ്റ് ഓണററി ചെയർമാൻ ഒരുപാട് ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ അദ്ദേഹം നൽകുന്നുണ്ട്. പിന്നെ ഓണററി ചെയർമാനെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് മീറ്റിങ്ങിലും ജനറൽ മീറ്റിങ്ങുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിനും ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ പെർമനൻ്റ് ഓണററി ചെയർമാനെ എന്ത് ചെയ്യാം, എക്സിക്യൂട്ടീവ് മെമ്പർ മീറ്റിങ്ങുകളിലും ജനറൽ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാം. അവിടെ നടക്കുന്ന ഡിസ്കഷൻസുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ അവർക്ക് എന്തുണ്ടായിരിക്കില്ല, വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെർമനൻ്റ് ഓണററി ചെയർമാനെ ഇവർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഡീൽ ചെയ്തിട്ടുള്ള അജണ്ട ഉണ്ടല്ലോ, മീറ്റിങ്ങിൻ്റെ അജണ്ട, അത് തീരുമാനിക്കുന്നത് മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ഒരു പ്രസൻറ്റ് മീറ്റിങ്ങിൽ അല്ലേ, അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെ മെജോറിറ്റി ഭൂരിപക്ഷ അതിൻ്റെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അജണ്ടയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്രയൊക്കെയാണ് അവരുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഓഡിറ്റ് ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് അവരുടെ ജനറൽ മീറ്റിംഗ് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ സാധാരണ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഒക്കെ കൺവീൻ ചെയ്യുന്നത് ചെയർമാനാണ്. വർഷത്തിലൊരിക്കൽ അവരെ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നടത്തും. പിന്നെ ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചെയർമാനെ സ്പെഷ്യൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കാവുന്നതാണ്. പിന്നെ ജനറൽ മീറ്റിങ്ങിൻ്റെ പ്രിസൈഡ് ചെയ്യുന്നത് ചെയർമാൻ തന്നെയാണ് അത് പ്രിസൈഡ് ചെയ്യുന്നത്. പിന്നെ ജനറൽ മീറ്റിങ്ങിൽ വരുന്ന അജണ്ട എന്ന് പറയുന്നത് ഒന്ന് അമെൻമെൻറ്റ് ഓഫ് റൂളാണ്. പിന്നെ ഇലക്ഷൻ ഓഫ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്, അപ്രൂവൽ ഓഫ് ആനുവൽ ആക്ടിവിറ്റി റിപ്പോർട്ട് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ്, ദെൻ ഡിസിഷൻ ഓഫ് ആനുവൽ ആക്ടിവിറ്റി പ്ലാൻ ആൻഡ് ബജറ്റ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റീജിയണൽ ഫിഷറീസ് സബ് കമ്മിറ്റി ആൻഡ് അപ്രൂവൽ ഓഫ് ദയർ ആക്ടിവിറ്റി പ്ലാൻ, ദെൻ ഡെസൊല്യൂഷൻ ഓഫ് ICFO, അതർ നെസസറി അജണ്ടാസ്. ഇതൊക്കെയാണ് അതിലെ അജണ്ടയായിട്ട് വരുന്നത്. പിന്നെ ജനറൽ മീറ്റിങ്ങിൻ്റെ അജണ്ടയിലുള്ള തീരുമാനം എന്ന് പറയുന്നത് മെജോറിറ്റി വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ മെമ്പേഴ്സിൻ്റെ വോട്ട് ഈക്വൽ ആണെങ്കിൽ ചെയർമാനെ കാസ്റ്റിംഗ് വോട്ട് ചെയ്യാവുന്നതാണ്.
അപ്പം ഇത്രയൊക്കെയാണ് അതിൻ്റെ ജനറൽ മീറ്റിങ്ങിൽ വരുന്നത്. അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ്. ഇത് ഫിഷറി സെക്ടറിലെ ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ICA ഫിഷറീസ് കമ്മിറ്റി എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞു. ദെൻ ഈ ഒരു ഫിഷറീസ് ഓർഗനൈസേഷൻ അഗ്രികൾച്ചറൽ കമ്മിറ്റിയുടെ ICAയുടെ അഗ്രികൾച്ചറൽ കമ്മിറ്റിയുടെ സബ് കമ്മിറ്റിയാണ് ആയിട്ടാണ് അത് ആദ്യം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് 1966. പിന്നെ 1976 പിന്നെ അതൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുന്നത്. അന്നത് ICA ഫിഷറീസ് കമ്മിറ്റി എന്നുള്ള പേരിലായിരുന്നു. പിന്നീടാണ് അത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ അത് ഫിഷറീസ് കോപ്പറേറ്റീവ്സ് ലോകമെമ്പാടും അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക, കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുക, അത് ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ICFOയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. പുതിയ ഫിഷറീസ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ രൂപീകരിക്കുക, കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക ഫിഷറീസ് സെക്ടേഴ്സിലെ, പിന്നെ ടെക്നിക്കൽ ഇൻഫോർമേഷൻ മൂവ്മെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്യുകയൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, അതിൻ്റെ പ്രസിഡൻറ്റുമാരൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ICFOയുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ അതിലെ ഫുൾ മെമ്പേഴ്സ് ആൻഡ് അസോസിയേറ്റ് മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസസിൻ്റെ മെമ്പേഴ്സ് തന്നെയാണ് ഇതിലെ മെമ്പേഴ്സായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവരുടെ വോട്ടിംഗ് റൈറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മെമ്പർഷിപ്പ് എങ്ങനെ അവസാനിക്കുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഓഡിറ്റേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റീസിനെ കുറിച്ചിട്ടും അവരുടെ ജനറൽ മീറ്റിങ്ങും അതിൻ്റെ അജണ്ട എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു ICFOയുടെ ഫൈനാൻസസ്, സെക്രട്ടേറിയറ്റ്, അമെൻമെൻറ്റ്, then അതെങ്ങനെയാണ് ഡിസോൾവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.